2026 കടക്കാൻ ഇനി ഒന്നര മാസം കൂടി ഉള്ളൂ. ഈ 1.5 മാസം നിങ്ങൾ നാഞ്ഞ് പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നല്ല യൂട്യൂബറായിട്ട് മാറാൻ പറ്റും. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ഒരു ആഗ്രഹം മിക്ക ആളുകൾക്കും ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ ഇത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പലരും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഏത് രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2026 തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മോണിറ്റൈസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്താൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ യൂട്യൂബർ ആകുക എന്നുള്ള ആഗ്രഹം അത് വെറും ഒരു ആഗ്രഹം മാത്രമായിട്ട് കൊണ്ടു നടക്കുക, അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടുകൊള്ളുക. വീഡിയോ അവസാനം യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യും. അപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് ഈ 2025 നമ്മൾ ചിന്തിക്കുന്നുണ്ട് വലിയൊരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ഈ ഒരു ഫീൽഡിൽ. നമ്മൾ എന്ത് കണ്ടന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ആ കണ്ടന്റ് ഓൾറെഡി 100 കണക്കിന് 1000 ആളുകൾ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മളത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിൽ വരും. രണ്ടാമതായിട്ട് ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് യൂട്യൂബിന് പോളിസീസ് ഉണ്ട്. പലരുടെയും യൂട്യൂബ് ചാനലുകൾ ടെർമിനേറ്റ് ആവുന്നു, പലർക്കും മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല, പലരുടെയും ഏണിങ്സ് കുറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി യൂട്യൂബിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയോടെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം നമ്മുടെ നോളജ്, യൂട്യൂബിനെ കുറിച്ചുള്ള നോളജ് ഇല്ലാത്തതും നമുക്കൊരു പ്രശ്നമാണ്. മൂന്നാമതായിട്ട് യൂട്യൂബിൽ ഇപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് വേണം, ക്യാമറ വേണം, മൈക്ക് വേണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതൊന്നും വാങ്ങാതെ എന്തായാലും നമുക്കൊരു യൂട്യൂബർ ആകാൻ പറ്റത്തില്ല. അപ്പം ഇതിനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് യൂട്യൂബർ ആകുന്നില്ല, അല്ലെങ്കിൽ യൂട്യൂബർ ആകാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ച് നടക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ചിന്തിച്ച് നടക്കുന്നവർക്കായിരിക്കും ഈ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്ത് വരാനുള്ള ക്വാളിറ്റി ഉള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ അറിവുള്ളവരും വലിയ നോളജ് ഉള്ളവരെക്കാളും കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടിയില്ലാത്തവർ പെട്ടെന്ന് യൂട്യൂബിൽ വന്നിട്ട് ക്ലിക്കായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ ഇങ്ങനെ ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതാരാണ്, എങ്ങനെയാണ്, എന്താണെന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വലിയ നോളജ് ഒന്നും ഇല്ല ഇതിനെക്കുറിച്ച്. പക്ഷേ അവർ യൂട്യൂബിൽ ചെറിയൊരു വലിയ ക്വാളിറ്റി പോലും ഇല്ലാത്ത ക്യാമറയുമായിട്ട് വന്നിട്ട് അവർ നല്ല രീതിയിൽ വൈറലായി നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നവരുണ്ട്. വലിയ വിലയുടെ ക്യാമറയോ മൈക്കോ ലൈറ്റിങ്ങോ ഒന്നും തന്നെ പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഫോണിനെ പ്രോപ്പറായിട്ട്, അതിന്റെ ക്യാമറ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളുടെ S25 അൾട്രയോ iPhone 17 Pro Max ഒന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ഫോണാണോ ആ ഫോണിന്റെ ക്യാമറ ഏറ്റവും ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതൊന്ന് ഉപയോഗിക്കാൻ പഠിക്കുക. ഇത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബർ ആകാം. ഇതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ക്ലിയർ ചെയ്യാം. നമ്മളൊരു യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് പേജോ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യമായിട്ടൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട ഒരു മേഖലയാണ് മൈക്രോഫോൺ. നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ, ഓഡിയോ ക്വാളിറ്റി കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ എത്ര ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്താലും വീഡിയോ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അതെങ്ങും എറിക്കത്തില്ല, ആരും കാണത്തില്ല. അപ്പം മൈക്കിൽ കുറച്ചൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. തുടക്ക സമയത്ത് ഒരു ബോയയുടെയൊക്കെ മൈക്ക് കിട്ടും. ബോയ BY-M1 എന്നൊക്കെ പറയുന്ന മോഡൽസ് ഉണ്ട്. 1000 രൂപയിൽ താഴെ നിങ്ങൾക്ക് ഒരു വയർഡ് മൈക്ക് പർച്ചേസ് ചെയ്യാം. ഇനി വയർലെസ് മൈക്ക് വേണമെന്നുണ്ടെങ്കിൽ 2000 രൂപ 2500 രൂപയ്ക്കൊക്കെ വയർലെസ് മൈക്ക് ഉണ്ട്. ഹോളിലാൻഡിന്റെ ഒരു മൈക്ക് 5000 രൂപയുടെ താഴെ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിരുന്നു. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് തൊട്ട് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതിന്റെയൊക്കെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളുടെ എല്ലാം ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുടക്ക സമയങ്ങളിൽ ആ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റെക്കോർഡിങ്ങിന്റെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവും. ഇനി കോമ്പറ്റീഷന്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞത്, ഈ കോമ്പറ്റീഷൻ എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പം നമ്മുടെ യൂട്യൂബിൽ മാത്രമല്ല, ഫേസ്ബുക്കിൽ മാത്രമല്ല, കോമ്പറ്റീഷൻ എല്ലായിടത്തും ഉണ്ട്. ഏത് ജോലിയിൽ പോയെന്ന് പറഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. ഇവിടെയും ഇഷ്ടംപോലെ കണ്ടന്റുകൾ ആളുകൾ ഡെയിലി അപ്ലോഡ് ചെയ്യും. ഒരേ രീതിയിലുള്ള ഒരേപോലത്തെ കണ്ടന്റുകൾ ലക്ഷക്കണക്കിന് ഒരു പക്ഷേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഈ കണ്ടന്റുകൾ ഓൾറെഡി ആളുകൾ കണ്ടു കഴിഞ്ഞു, ഇനി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് പ്രയോജനമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല. ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യുന്ന ഒരേ കണ്ടന്റ് ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ രീതിയിലാണ്. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് കണ്ടന്റ്, യൂട്യൂബിലുള്ള ഏത് കണ്ടന്റും റീക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് കണ്ടന്റിനെ റീക്രിയേറ്റ് ചെയ്യാം. അത് കാണാൻ യൂട്യൂബിൽ ആളുകൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ വിചാരിക്കും യൂട്യൂബിൽ ഓൾറെഡി വന്ന കണ്ടന്റ് അല്ലേ, ഇനി ആര് കാണാനാണ്? അങ്ങനെയല്ല. നിങ്ങൾ ഏത് കണ്ടന്റ് റീക്രിയേറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞാലും അത് കാണാൻ ആളുകളുണ്ട്. അത് കുക്കിംഗ് ആയിക്കോട്ടെ, വ്ലോഗ് ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും. ഇപ്പം വ്ലോഗിങ്ങിന്റെ തന്നെ ഉദാഹരണം എടുത്തു. ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് വ്ലോഗേഴ്സ് പോയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും ആ ഒരു ഒരേ പ്ലേസ് ഒരേ കാര്യത്തെക്കുറിച്ച് ഓരോ വ്ലോഗറും പറയുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരും പറയുന്ന അവരുടെ ഐഡിയാസ്, ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഐഡിയാസ് വ്യത്യസ്തമായിരിക്കും. അതേപോലെ ഓരോരുത്തരും തരുന്ന ഇൻഫർമേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഒരാൾ ചിലപ്പോൾ മിസ് ചെയ്യുന്ന ഇൻഫർമേഷൻ മറ്റൊരാൾ കൂടുതൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പം വീഡിയോ കാണുന്നവര് ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ അത് ഫ്രഷ് കണ്ടന്റ് ആയിട്ട് തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പം ഈ ഒരു കോമ്പറ്റീഷന്റെ കാര്യത്തിൽ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഐഡിയ ആയിട്ട് നിങ്ങൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അത് ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2026-ലല്ല 2027-ലായാലും 28-ലായാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ സക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോമ്പറ്റീഷനെ കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിച്ച് നിങ്ങൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാതെ ഇരിക്കേണ്ട, തുടങ്ങിക്കോളൂ. പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞ പോയിന്റ് ആയിരുന്നു നോളജ്.
നോളജ്, നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ പരിപാടികൾ നടക്കത്തുള്ളൂ. കാരണം യൂട്യൂബ് ഒരുപാട് പോളിസി ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകാനും അല്ലെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത് ശരിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ ഈ ചാനൽ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വരുന്ന എല്ലാ അപ്ഡേറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നോളജ്, അതായത് യൂട്യൂബിൽ എങ്ങനെ ഗ്രോ ചെയ്യണം, യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും, ഇതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ പോലെ യൂട്യൂബിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെയും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം മെയിനായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിൽ ഏത് ടൈപ്പ് കണ്ടന്റിനാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് വീഡിയോസ് ആണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ലോങ് വീഡിയോസ് ഉണ്ട്, ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ചെയ്യേണ്ടത്? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാൻ ഇത്രയും നാൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് മാത്രമേ മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ലോങ് വീഡിയോസ് ഇട്ടുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഏൺ ചെയ്യുക എന്നുള്ളത് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. നമുക്ക് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല, അത്ര പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും കിട്ടത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ യൂട്യൂബ് ഷോർട്ട് വീഡിയോസ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഷോർട്ട് വീഡിയോസിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. നേരത്തെ ഷോർട്ട് വീഡിയോസിൽ നമുക്ക് ഏണിങ്സ് കിട്ടത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ യൂട്യൂബ് ഇപ്പം വളരെ കിഡിലിന് ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്, യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റ്. നിങ്ങൾ ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന ചാനലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആഡ്സെൻസിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സിനെ കുറിച്ച് നിങ്ങൾ വിട്ടേക്കുക, ആഡ് ഏണിങ്സിനെ കുറിച്ച് വിട്ടേക്കുക. നിങ്ങൾ ഷോപ്പിംഗ് അഫിലിയേറ്റ് മാത്രം ചെയ്യുന്ന ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാസം നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ പ്രൊഡക്റ്റ് റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് കമ്മീഷനിലൂടെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഷോർട്ട് വീഡിയോസ് ഇട്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് ലോങ് വീഡിയോസും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളുക. ലോങ് വീഡിയോസിൽ നിന്ന് അഡ്വർടൈസ്മെന്റിന്റെ ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടും. അവിടെയും പ്രൊഡക്റ്റ് സെല്ല് നടത്താൻ പറ്റും, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നടത്താൻ പറ്റും. അങ്ങനെ പല പരിപാടികളുണ്ട്. നിങ്ങൾ ഇതിനെ എല്ലാത്തിനും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ എന്ത് ടൈപ്പ് കണ്ടന്റ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു കുക്കിംഗ് ചാനൽ നടത്തിയ കുക്കിംഗ് ഇപ്പോൾ ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ അകത്തിൽ ഇപ്പോൾ ഒരു ഇയർഫോണോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ കൊണ്ട് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി നടക്കത്തില്ല. കാരണം ഈ ഷോപ്പിംഗ് അഫിലിയേറ്റിനും അതിൻ്റെതായിട്ടുള്ള പോളിസീസും കാര്യങ്ങളും ഉണ്ട്. അത് വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ആ ഷോപ്പിംഗ് അഫിലിയേറ്റും യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ യൂട്യൂബിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പുതുതായിട്ടൊരു ചാനൽ തുടങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വരാൻ പോകുന്ന ഒരു 60 ദിവസത്തേക്ക് നിങ്ങളൊരു ടാർഗറ്റ് വെക്കുക. എല്ലാ ദിവസവും ഓരോ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമെന്ന് തീരുമാനിക്കുക. അങ്ങനത്തെ എല്ലാ ദിവസവും ഓരോ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. അതിനിപ്പോൾ നിങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഷോപ്പിംഗ് അഫിലിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഓരോ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക. അത് കറക്റ്റ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യണം. 60 ദിവസവും നിങ്ങൾ ഇടും എന്ന് തീരുമാനിച്ച 60 ദിവസവും നിങ്ങൾ വീഡിയോസ് ഇടണം. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. അങ്ങനെ ഒരു 60 ദിവസം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ പറഞ്ഞത്. പല പ്രാവശ്യം അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ടും ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ ഈ 60 ദിവസം എന്ന് പറയുന്നത് ആരും 60 ദിവസം വരെ വർക്ക് ചെയ്യത്തില്ല. 3, 4, 5 ദിവസം വീഡിയോ ഇട്ട് അവരെ പരിപാടി നിർത്തും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ 60 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകൾ ചെയ്യുക. അത് ഷോർട്ട് വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീക്കിലി 2 or 3 ലോങ് വീഡിയോസ് കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരു 60 ദിവസം ട്രൈ ചെയ്ത് നോക്കിയോ. നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും ഗ്രോ ചെയ്യും. അങ്ങനെ ഒരുപാട് ചാനലുകൾ ഈ കൺസിസ്റ്റൻസി കാരണം ഗ്രോ ചെയ്ത ചാനലുകളുണ്ട്. ഇപ്പോഴും അവർ യൂട്യൂബിൽ ഏൺ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ കൺസിസ്റ്റൻസിയിൽ ഉറച്ചു നിൽക്കാൻ ആർക്കും പറ്റത്തില്ല. 2, 3, 4 ദിവസം വീഡിയോ ചെയ്യും, അതിനുശേഷം ഈ പരിപാടി നിർത്തി പോകുന്നവരാണ് പലരും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇന്നോ നാളെ നിങ്ങളൊരു ചാനൽ തുടങ്ങി അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർഷം തീർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ തീരുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകാനും അതിലൂടെ നിങ്ങൾക്ക് 2026 ഏണിങ്സ് ഉണ്ടാക്കാനുമായിട്ട് സാധിക്കും. ഇതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. എങ്ങനെ വീഡിയോ ചെയ്യും? ഞാൻ പറഞ്ഞല്ലോ, കോമ്പറ്റീഷനെ കുറിച്ചൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് കണ്ടന്റേ കാണത്തില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ, നിങ്ങൾ യൂട്യൂബിൽ വൈറലായിട്ടുള്ള കണ്ടന്റുകളെ റീക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പുതിയ കണ്ടന്റുകളാക്കി അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പം ഐഡിയാസ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, 60 ദിവസത്തെ ഒരു പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ 60 ദിവസം നിങ്ങൾ ഏത് ടൈപ്പ് കണ്ടന്റ് അപ്ലോഡ് ചെയ്യും, എങ്ങനെയാണ് ഇത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, ഏത് ടൈമിലാണ് പബ്ലിഷ് ചെയ്യുക, ഇതെല്ലാം നിങ്ങൾ ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. 60 ദിവസത്തെ കാര്യമല്ല ഉള്ളൂ. ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും നിങ്ങൾ ഈ 60 ദിവസം കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇതിനൊപ്പം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. യൂട്യൂബിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ? ഫുൾ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും വിട്ട് ഫുള്ളായിട്ട് യൂട്യൂബിന് വേണ്ടി
വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. പാർട്ട് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിത്തത്തിനോടൊപ്പം 1-2 മണിക്കൂർ യൂട്യൂബിന് വേണ്ടി കൊടുക്കുന്നു. ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊപ്പം 1-2 മണിക്കൂർ യൂട്യൂബിന് വേണ്ടി കൊടുക്കുന്നു. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കുകയോ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് കളഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിന്റെ പുറകെ ഫുൾ ടൈം ആയിട്ട് പോകരുത്. നിങ്ങളുടെ പഠിത്തത്തോടൊപ്പം 1-2 മണിക്കൂർ ഓരോ ദിവസം യൂട്യൂബിന് വേണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ ജോലിക്കൊപ്പം അത് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി നിങ്ങൾക്ക് ഒരു ജോലിയും കൂലിയും വിലയില്ലാതെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം യൂട്യൂബറായിട്ട് മാറാം. ഫുൾ ടൈം നിങ്ങൾക്ക് യൂട്യൂബിന് വേണ്ടി ടൈം കൊടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ ജോലിയൊക്കെ കളഞ്ഞ് യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനമൊക്കെ കിട്ടാൻ തുടങ്ങി ഇതിൽ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ മാത്രം യൂട്യൂബിന് വേണ്ടി നിങ്ങൾ ഫുൾ ടൈം കൊടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ പഠിത്തം ഉഴപ്പിയോ നിങ്ങളുടെ ജോലി കളഞ്ഞിട്ടോ യൂട്യൂബിൽ വരരുത്. കേട്ടല്ലോ, ഇത് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറയാനുള്ള കാര്യം, പലരും അവരുടെ ജോലിയും പഠിത്തവും ഒക്കെ കളഞ്ഞിട്ട് യൂട്യൂബിന്റെ പുറകെ പോകുന്നവരുണ്ട്. അവസാനം യൂട്യൂബും ഇല്ല, പഠിത്തവും ഇല്ല, ജോലി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. നിങ്ങൾ ഇന്ന് തന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തോളുക. ഒരു പ്രശ്നങ്ങൾ യൂട്യൂബിലുള്ള കോമ്പറ്റീഷനോ യൂട്യൂബിന്റെ പോളിസീസോ ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കുകയോ വേണ്ട. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോളുക. നിങ്ങൾക്ക് ഇതിൽ ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. ഒരു പൈസ പോലും മുടക്കേണ്ട കാര്യമില്ല, ഒരു നോളജിന്റെ ആവശ്യമില്ല, ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല, ഒരു കോഴ്സും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് നേരെ ചാനൽ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് യൂട്യൂബർ ആകാം. ഞാൻ ഓൾറെഡി ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് തൊട്ട് എങ്ങനെ യൂട്യൂബിൽ വർക്ക് ചെയ്യണോ എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ തന്നെ യൂട്യൂബിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.